സങ്കീർത്തനങ്ങൾ 121 5, 6, 7 വാക്യങ്ങളിൽ യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്തു നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിമിത്തം എനിക്ക് ദോഷം ഭവിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്തായിരുന്നാലും, അത് ഇരുള് നിറഞ്ഞതാണെങ്കിലും വെളിച്ചം നിറഞ്ഞതാണെങ്കിലും, അതൊന്നും നിങ്ങളെ ബാധിക്കാതെയും നിങ്ങൾക്ക് ഒരു ദോഷവും ഭവിക്കാതെയും പരിപാലിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ അത് കേവലം ഒരു വിശ്വാസം മാത്രമാകാതെ പരിപാലകനായ യഹോവ എപ്പോഴും എനിക്ക് തണലായി കൂടെയുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും കാരണത്താൽ നാം ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു മാറിയാൽ ഈ തണൽ നമുക്ക് നഷ്ടമാകും. സങ്കീർത്തനം 91:14 അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാവലും സംരക്ഷണവും 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാകയാൽ മത്തായി 23:37 കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് യേശു പറഞ്ഞതുപോലെ നമ്മളെക്കുറിച്ചും അങ്ങനെ പറയുവാൻ ഇടയാകരുത്. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിന്റെ തണലിൽ നമുക്ക് അനുദിനം ജീവിക്കാം. ദൈവം അതിനു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.